പക്ഷെ ഹിന്ദി സിനിമയിൽ ഞാൻ പാട്ട് എഴുതിയിട്ടുണ്ട്. ഒരു പാട്ട് അത് ദൈവത്തിൻ്റെ നിയോഗമാണ്. പിൽക്കാലത്ത് മനുവിന് പാടാൻ വേണ്ടിയാണ് ഞാൻ തോന്നുന്നത്. ആ പാട്ടാണ്. അപ്പൊ ഒന്നും സംസാരിക്കുന്നില്ല നന്ദിയ. അല്ലല്ല അച്ഛൻ അല്ലേ, ഇതിപ്പോ ഇവിടെയുള്ള എല്ലാവരും സംസാരിക്കാനാണ് തുടങ്ങിയ കൊയ്ത്തുത്സവം രാത്രി പാതിരാത്രിയായി ഇപ്പൊ. അപ്പൊ ഒരു 2 വാക്ക് സംസാരിക്കാൻ പറഞ്ഞ് സംസാരിക്കില്ല എന്ന് പറഞ്ഞ ആളിപ്പോ തന്നെ ഒരു 10-20 മിനിറ്റ് സംസാരിച്ചപ്പോ എന്റെ മുറിയിൽ നിന്ന് ഞാൻ ജനൽ തുറന്നാൽ കാണുന്നത് ഈ പാടമാണ്. അപ്പം വർഷങ്ങളായിട്ട് വെറുതെ ഇരുന്ന സമയത്തും അല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ പാടം കണ്ട് എഴുന്നേൽക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുള്ള ചുരുക്കം ചില ആൾക്കാരിൽ ഒരാളാണ് ഞാൻ. എനിക്ക് തോന്നുന്നു ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ ഈ പാടം സ്ഥിരമായി കണ്ടുവരുന്ന ഒരാൾ. അപ്പൊ ആ ചന്ത കട്ട് ചെയ്തിട്ട് കുഴപ്പമുണ്ട്. ജന്മഭൂമിയാണ് ഈ കേരളം, കേരളം കർമ്മഭൂമിയാണ് ഈ പൂവനം, പൂവനം. ആദർശ് സ്കൂളിൻ്റെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സ്പെഷ്യൽ വിദ്യാർത്ഥികളായിട്ട് അവിടെ കഴിയുന്ന പഠനത്തിലും മറ്റ് പല കഴിവുകളിലും അവർക്ക് പ്രചോദനം നൽകേണ്ടത് നമ്മളുടെയും കൂടി ഒരു ഉത്തരവാദിത്വമാണ്. നല്ല ഒരു ഗാനം ആലപിച്ച ജോണിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ചില്ലയിലെല്ലാം മാൻപുകൾ വിടരട്ടെ. ഇവിടെ എൻ്റെ ചുമതല സ്വാഗതം പറയുക എന്നുള്ളതാണ്. സ്വാഗതം പറയുമ്പോൾ പറയപ്പെടേണ്ട വ്യക്തികളില്ലാതിരുന്ന സ്വാഗതം പറയുക എന്ന് പറയുന്നത് മഹാഭാരതമാണ്. ഒരു 4 സിനിമ പ്രഭാവത്തിലുള്ള 4 പേരോളം, ഒരാളിവിടെ ശ്രീ വിജയകുമാർ ഇവിടെ എത്തിയിട്ടുണ്ട്. ബാക്കിയുള്ള ശ്രീനിവാസനും ഞാനും സണ്ണീവേനും എല്ലാം വരുന്നേയുള്ളൂ. അപ്പോൾ അവരുടെ അസാന്നിധ്യത്തിൽ അവർക്ക് സ്വാഗതം പറയുന്ന അവരുടെ എത്തിയെന്ന് തോന്നുന്നു. ഇതേപ്പറ്റി അദ്ദേഹം സംസാരിക്കുമെന്നുള്ളതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. അദ്ദേഹത്തെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ബ്ലോക്ക് മൊബൈലൊന്നും ശ്രീ ശ്രീനിവാസൻ സാറിനെ ഏറെ സ്നേഹത്തോടെ 2 വാക്കുകൾ സംസാരിക്കാനായി ക്ഷണിച്ചോളൂ. നമസ്കാരം. ഞാൻ എല്ലാ കൊല്ലവും
ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതലായിട്ടൊന്നും പറയാനില്ല. അതാണ് നല്ലത് എൻ്റെ മകനും പറയുന്നത്. കാഴ്ചയിൽ എൻ്റെ മകനാണെന്ന് ഇവന് തോന്നില്ല, പക്ഷെ എൻ്റെ മകനാണ് ഇവൻ. എന്നാണ് പറയുന്നത്. അപ്പൊ എനിക്ക് 2 മക്കളാണ്. പിന്നെ ചെറുപ്പത്തിന് ഒരു സ്പോർട്സ് ഭ്രാന്തനായിരുന്നു. അപ്പോ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് 5 കൊല്ലം കോളേജ് ടീമിൽ ഫുട്ബോൾ കളിച്ചിരുന്നു. ഒറ്റ കോളടിക്കാൻ ഒരിക്കലും പറ്റിയിട്ടില്ല. അങ്ങനെ കണ്ണൂർ ഭാഗത്ത് ഉള്ള കോളേജുകളിൽ ഏറ്റവും വീക്കായിട്ടുള്ള ടീം പയ്യന്നൂർ കോളേജിലായിരുന്നു. അവരോടെങ്കിലും ജയിക്കുന്ന കാര്യത്തിൽ നമ്മൾ പ്രതീക്ഷയോടുകൂടി പോയിട്ടുണ്ട്. പക്ഷെ തുടരെ ഗോള് വാങ്ങി പോരുന്നത് ജയിക്കാൻ പറ്റിയില്ല. അങ്ങനെ അവസാനം പിന്നെ അവിടുത്തെ പയ്യന്നൂർ കോളേജിലെ ആർട്സുകൾ പിന്നെ എന്നെ എൻ്റെ തൊട്ടടുത്തുള്ള പയ്യന്നൂർ കോളേജിലെ രക്ഷകനെ ക്ഷണിച്ചു. ആർട്സുകൾ പിന്നെ ഇഷ്ടമാക്കി. അപ്പൊ ഞാൻ അവിടെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവരോട് പറഞ്ഞ് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. കുറെ കാലം നിങ്ങളുമായിട്ട് ഫുട്ബോൾ കളിച്ചിട്ട് ഗോളടിക്കാൻ പറ്റിയില്ല. പഴയ ഗോൾ പോസ്റ്റും ബോളും ഒക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്നിവിടെ വെച്ചിട്ട് എനിക്ക് 2-3 ഗോളടിച്ചിട്ട് പോകാൻ സമ്മതിക്കണമെന്ന് പറഞ്ഞു. പക്ഷെ അവർ തന്നില്ല. എനിക്ക് ഗോളടിക്കാൻ പറ്റില്ല. ഗോളിലെ പോസിബിൾ ഗോളടിക്കാൻ പറ്റിയില്ല. അത് ഞാൻ സ്പോർട്സിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ്. എനിക്ക് ചെറുപ്പത്തിൽ ക്രിക്കറ്റിനോടായിരുന്നു പക്ഷെ കൂടുതൽ താല്പര്യം. അതിന്റെ കാരണം എൻ്റെ ബന്ധുവും സുഹൃത്തുമായ ദിവാകരൻ എന്ന് പറയുന്നൊരു ആളുണ്ടായിരുന്നു. അവനെ അന്നേ ആൾക്കാർ വിളിച്ചിരുന്നത് പട്ടോടി ദിവാകരൻ എന്നാണ്. ഇന്ത്യയുടെ ആദ്യകാല ക്രിക്കറ്റ് ക്യാപ്റ്റനായിരുന്നു പട്ടോടി. ശർമ്മ ടാഗോറിന്റെ ഭർത്താവ്, കരീന കപൂറിന്റെ തന്ത. അത് വെച്ചുകൊണ്ടാണ് ഇവരെ ഞാൻ കൂട്ടിയത്. അപ്പോ അന്ന് ഞങ്ങളുടെ വീട്ടിലൊന്നും കറണ്ടില്ല. റേഡിയോയിലൂടെ റണ്ണിങ് അവർക്ക് കേൾക്കാൻ പറ്റുള്ള യാതൊരു സാധ്യതയില്ല. പക്ഷെ ഈ പട്ടോടി ദിവാകരന്റെ കയ്യിൽ ഒരു പോക്കറ്റ് റേഡിയോ ഉണ്ട്. അതിൽ ഞാൻ എപ്പോഴും കമന്ററി കേട്ടോണ്ടിരിക്കും. ഞാൻ ആ റേഡിയോയിലാണ് ആദ്യമായി കമന്ററി കേൾക്കുന്നത്. പിന്നെ ക്രിക്കറ്റ് എൻ്റെ ഒരു ഭ്രാന്തായി. എൻ്റെ കമന്ററിക്കൊക്കെ എപ്പോഴും അത് കേട്ടോണ്ടേയിരിക്കും. ക്രിക്കറ്റിലെ എല്ലാ കാര്യങ്ങളും ഈ പറഞ്ഞ പോലെ എല്ലാ തെറ്റിയിട്ടുള്ള ക്യാപ്റ്റന് പേര് പറ്റി പോലെ അന്ന് എന്തെങ്കിലുമൊക്കെ ഞാനിങ്ങനെ പറയരുത് ക്രിക്കറ്റിനെ പറ്റി. ഞാൻ ഹൈസ്കൂൾ പഠിക്കുമ്പോൾ കുറച്ചു കാലം ഹോക്കി കളിച്ചിട്ടുണ്ട്. കുറച്ചു കാലത്തേക്ക് മാത്രം.
അപ്പൊ പക്ഷെ ഞാൻ സ്പോർട്സിന്റെ എല്ലാ സംഗതികളോടും താല്പര്യമുള്ളത് കൊണ്ട് ഞാൻ എല്ലാം വായിക്കുമായിരുന്നു പേപ്പറിലെ ന്യൂസുകളൊക്കെ. അപ്പൊ ഇന്ത്യക്ക് അന്ന് ഒളിമ്പിക്സ് മെഡലൊക്കെ കിട്ടുന്ന കാലമാണ് ഹോക്കിയിൽ. അപ്പൊ ആ കാലത്തുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട പ്ലെയറാണ് വിനീത് കുമാർ. എനിക്ക് ആദ്യത്തെ മകനുണ്ടായപ്പോൾ ഞാൻ വിനീത് കുമാറിന്റെ കുമാർ കട്ട് ചെയ്തിട്ട് വിനീത് നിട്ടത് എങ്ങനെയാണ്? വിനീത് ധ്യാൻചന്ദ് എന്ന് പറയുന്ന ആള് ഇന്ത്യയിലെ ക്രിക്കറ്റ് മാന്ത്രികൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഹോക്കി മാന്ത്രികൻ. അപ്പൊ ആ ചന്ത് കട്ട് ചെയ്തിട്ട് കുഴപ്പമുണ്ട്. എന്ത് മാതൃകയാണ് കാണിക്കാൻ വന്നത്? അപ്പൊ നമ്മുടെ മാന്യം ആണ്. ഞാനിവിടെ കൃഷി കൊടുക്കാൻ ഉള്ള സമയത്ത് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിച്ചത് മനുവാണ്. മനു അടുത്ത കാലത്ത് മനുവിൻ്റെ പഴയ ബാല്യകാല കൂട്ടുകാരിയായിരുന്ന സോജ എന്ന് പറയുന്ന ഒരാളെ കല്യാണം കഴിച്ചു. ഇതൊക്കെ എങ്ങനെയാണ് നമുക്കൊന്നും പറയാൻ പറ്റുന്നത്. ഇത് ഞാൻ മലയാള സിനിമയിൽ ഒരു പാട്ട് എഴുതിയിട്ടില്ല, പക്ഷെ ഹിന്ദി സിനിമയിൽ ഞാൻ പാട്ട് എഴുതിയിട്ടുണ്ട്. ഒരു പാട്ട് അത് ദൈവത്തിൻ്റെ നിയോഗമാണ്. പിൽക്കാലത്ത് മനുവിന് പാടാൻ വേണ്ടിയാണ് ഞാൻ എഴുതിയത് തോന്നുകയാണ്. ആ പാട്ടാണ് സോജ രാജകുമാരി സോജ രാജകുമാരി സോജ. ദൈവത്തെ കൊണ്ട് എഴുതിച്ച പണ്ട് ഇങ്ങനെ വേണ്ടി വരുമെന്ന് എനിക്ക് തോന്നിയിട്ട് എഴുതിച്ചുകൊണ്ട്. അപ്പോ ഞാൻ പിന്നെ വിത്തൊക്കെ ഞാൻ നടത്തിയാൽ എനിക്ക് മാത്രമേ കാശ് കിട്ടൂ. ആ കാശ് മുഴുവൻ മനുവിന് വേണമെന്നുകൊണ്ട് മനു സ്വന്തമായിട്ട് ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ മനുവിന് നല്ല പൈസ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഉണ്ടാവട്ടെ എന്ന് ഇനിയും കൃഷി ഗംഭീരം മുന്നോട്ട് പോട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. അങ്ങയുടെ നർമ്മം കലർന്ന വാക്കുകൾക്ക് നന്ദി. അഭിനേതാവ് എന്നതിനപ്പുറം ചലച്ചിത്ര സംവിധായകൻ, തിരക്കഥാകൃത്ത്, നിർമ്മാതാവ് എന്നിങ്ങനെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച ശ്രീ ധ്യാൻ ശ്രീനിവാസൻ. പ്രശസ്ത നടൻ എന്നതിനേക്കാൾ മറയില്ലാതെ സംസാരിക്കുന്ന പച്ചയായ മനുഷ്യൻ എന്ന നിലയിൽ ജനഹൃദയങ്ങളിൽ സ്ഥാനം നേടിയ അഭിനേതാവ്. ഈ കാർഷികോദ്യമനത്തിന് പിന്തുണയുമായി നമ്മോടൊപ്പമുണ്ട്. ശ്രീ ധ്യാൻ ശ്രീനിവാസനെ ഏറെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അപ്പൊ ഒന്നും സംസാരിക്കുന്നില്ല നന്ദിയ. അല്ലല്ല അച്ഛൻ അല്ലേ, ഇതിപ്പോ ഇവിടെയുള്ള എല്ലാവരും സംസാരിക്കാനാണ് തുടങ്ങിയ കൊയ്ത്തുത്സവം രാത്രി പാതിരാത്രി ആയിപ്പോ. അപ്പൊ ഒരു 2 വാക്ക് സംസാരിക്കാൻ പറഞ്ഞ് സംസാരിക്കില്ല എന്ന് പറഞ്ഞ ആളിപ്പോ തന്നെ ഒരു 10-20 മിനിറ്റ് സംസാരിച്ചപ്പോ. അല്ല ഇത് ഇപ്പോ മനുച്ചേട്ടൻ നമ്മുടെ വീട്ടിലത്തെ ഒരാളെ പോലെയാണ്. ഇപ്പൊ മനുച്ചേട്ടൻ്റെ ഒരു പരിപാടി അത്രയും വർഷങ്ങളായിട്ട് എൻ്റെ വീട്ടിൽ നിന്ന്, എൻ്റെ മുറിയിൽ നിന്ന് ഞാൻ ജനൽ തുറന്നാൽ കാണുന്നത് ഈ പാടമാണ്. അപ്പം വർഷങ്ങളായിട്ട്
വെറുതെ ഇരുന്ന സമയത്തും അല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ പാടം കണ്ട് എഴുന്നേൽക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുള്ള ചുരുക്കം ചില ആൾക്കാരിൽ ഒരാളാണ് ഞാൻ. എനിക്ക് തോന്നുന്നു ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ ഈ പാടം സ്ഥിരമായി കണ്ടുവരുന്ന ഒരാൾ. പക്ഷെ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ഈ പാടം കണ്ടാണ് എഴുന്നേൽക്കുന്നത്. അപ്പം വർഷങ്ങളായിട്ട് ഇവിടെ ഈ പരിപാടി നടക്കുന്നുണ്ട്. ഇതുവരെ അതിഥിയായിട്ടൊന്നും വിളിച്ചിട്ടില്ല. അത്രയോ കൊല്ലം കഴിഞ്ഞിട്ട് വിളിക്കുന്നു. എന്തായാലും ഇവരെ കാലശേഷം ഞാനായിരിക്കും ഇത് തുടർന്ന് പോവുക. അതിനു വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ പ്രാർത്ഥനയുണ്ട്. എന്തായാലും മനുഷ്യന് എല്ലാവിധ ആശംസകളും ഇതിൻ്റെ പുറകിലുള്ള എല്ലാവർക്കും. ഒരു സന്തോഷത്തിന് വേണ്ടി ശ്രീനേട്ടൻ്റെ അടുത്ത് വന്നിരുന്നത്. ആക്ച്വലി 2 വാക്ക് ശ്രീനേട്ടനെ കുറിച്ച് പറഞ്ഞിട്ട് ഞാൻ ഒരു 10 മിനിറ്റ് എടുക്കുള്ളൂ, മാക്സിമം 12 മിനിറ്റ്. പക്ഷേ ഇവിടെ വന്നിരിക്കുമ്പോൾ ശ്രീനേട്ടനെ കുറിച്ച് 2 വാക്ക് പറഞ്ഞില്ലെങ്കിൽ അത് ആരംഭിക്കാൻ പറ്റില്ല. കുട്ടിക്കാലത്ത് എൻ്റെ ചെറുപ്പത്തിലുള്ള ഏറ്റവും ഇഷ്ടമുള്ളൊരു ഫിലിം പേഴ്സണാലിറ്റി, അതുപോലെ തന്നെ ഒരു പൊതുമണ്ഡലത്തിലെ പേഴ്സണാലിറ്റി ശ്രീനേട്ടനായിരുന്നു. അപ്പോൾ ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോഴും പൊതുമണ്ഡലത്തിലും എല്ലാം ഇപ്പോഴും ഈ മൊമെൻറ്റിലും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾ ശ്രീനേട്ടനാണ്. അപ്പോൾ ഞാൻ ശ്രീനേട്ടനെ പല രീതിയിൽ ചെറുപ്പകാലത്ത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് ഞാൻ കുറച്ച് വിശദമായിട്ട് പിന്നെ പറയാം. അപ്പം ഞാൻ ശ്രീനേട്ടനെ ഒരു ദിവസം എൻ്റെ ഭാര്യയുടെ കൂടെ ശ്രീനേട്ടൻ്റെ വീട്ടിൽ വന്നു. ശ്രീനേട്ടനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ശ്രീനേട്ടന് ഈ സ്ഥലം തിരഞ്ഞെടുക്കാൻ കാര്യം ചോദിച്ചു. അപ്പോൾ ശ്രീനേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ നാട് പോലെ തോന്നി ഈ സ്ഥലം, അതുകൊണ്ടാണ് ഞാനത് തിരഞ്ഞെടുക്കാൻ കാരണം, ഈ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലം. ഞാൻ വീണ്ടും അത് ആലോചിച്ചു, എന്തുകൊണ്ടായിരിക്കും ശ്രീനേട്ടൻ അങ്ങനെ. ആക്ച്വലി അത് കഴിഞ്ഞിട്ട് ഒരു 7-8 വർഷം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴും ഈ പറയുന്നതെല്ലാം ശ്രീനേട്ടൻ്റെ ഇതിൻ്റെ ഒരു നട്ടെല്ലെന്ന് പറയുന്നത് ശ്രീനിവാസനായിട്ട് മാറുന്നൊരു കാഴ്ചയാണ് ഞാൻ കണ്ടത്. അപ്പോൾ അതെങ്ങനെ ഒരു മനുഷ്യന് പ്രാദേശികമായിട്ടുള്ള ഒരു സ്ഥലത്തെ തൻ്റെ ഒരു പ്രസൻസ് കൊണ്ടും തൻ്റെ ഒരു താല്പര്യങ്ങളും സ്കിൽസും കൊണ്ടും മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഈ ഉത്സവം എന്ന് നമ്മൾ പറയുന്ന ഇപ്പോഴത്തെ ഈ കൊയ്ത്തുത്സവം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനിനി കാര്യത്തിലേക്ക് കിടക്കാം. ഒരു 10 മിനിറ്റ് ഞാൻ എടുക്കും. ഇതുവരെ ഇതെങ്ങനെ ഇത് രണ്ടും കൂടി ഹാൻഡിൽ ചെയ്യും, അതിവിടെ വെച്ച അല്ലേ. ഇത് അപ്പോൾ ശ്രീനേട്ടൻ വിളിച്ചത് എന്തിനാന്ന് വെച്ചു. ഹലോ, ഞാനും ഹോക്കി കളിക്കുമായിരുന്നു സ്കൂളിൽ. ശ്രീനേട്ടൻ വിളിച്ചത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൃഷി ഇപ്പം ഇവിടെ നടക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, ഈ ഫെസ്റ്റിവൽസ്, ഇതെങ്ങനെ പ്രൊഡക്റ്റീവായിട്ട് സൊസൈറ്റിയിലേക്ക് കൊണ്ടുവരാം എന്നുള്ള കാര്യത്തിലാണ് ആക്ച്വലി ശ്രീനേട്ടൻ വിളിച്ചത്. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ സംസാരിക്കാൻ പോണ 10 മിനിറ്റ് അദ്ദേഹത്തിൻ്റെ തന്നെ ആശയങ്ങൾ കഴിഞ്ഞ 5-8 വർഷമായിട്ട് മനു, ഇപ്പോൾ വയനാട്ടിൽ നിന്ന് കരീം, ശശികുമാർ സാറ്, അങ്ങനെ ധാരാളം ആൾക്കാർ ഇവിടെ വയനാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. ആക്ച്വലി സണ്ണി വേനോട് ഞാൻ സംസാരിച്ചു, സണ്ണി വരാമെന്ന് പറഞ്ഞതാണ്. ഇരുട്ടിൽ നിന്ന് ഇവിടെ എത്താനായിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അതാണ് ബേസിൽ ജോസഫിനോടും ഈ കാര്യം ഞാനൊരു ഫിലിമിൻ്റെ സെറ്റിൽ കണ്ടപ്പോൾ സൂചിപ്പിക്കുകയും ചെയ്തതാണ്. ഇതിപ്പോൾ തൽക്കാലം പറയാൻ പോണ പദ്ധതി, അപ്പം ഞാൻ പറഞ്ഞത് ശ്രീനേട്ടൻ്റെ ഒരാശയത്തെ ഒരു പദ്ധതിയാക്കി ഇപ്പോഴാണത് നമ്മുടെ മുന്നിൽ തയ്യാറായത്. ഇതിനെയാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. അപ്പം ഇത് കൃഷി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതല്ല. ഈ കാർഷിക ഉൽപ്പന്നങ്ങളെ എങ്ങനെ എൻകാഷ് ചെയ്യാം എന്നതിനെ ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ 10 മിനിറ്റ് എന്നുള്ളത് കൊണ്ടാണ് നിങ്ങളുടെ ശ്രദ്ധ എനിക്ക് വേണ്ടത്. കാരണം നമ്മൾ വർഷാവർഷങ്ങൾ ഇങ്ങനെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയും നമ്മുടെ കൃഷി ഉൽപ്പന്നങ്ങൾ പുറത്ത് മാർക്കറ്റിൽ വിറ്റഴിക്കപ്പെടാൻ യാതൊരു സാധ്യതയില്ല. ഇപ്പോൾ ഒരു കർഷകനെ സംബന്ധിച്ച് കർഷകന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ഉൽപ്പന്നങ്ങൾ വിറ്റ് പോകും എന്നുള്ളതാണ്. നമ്മളൊരു ഫാഷന് വേണ്ടിയിട്ട് കൃഷി ചെയ്തിട്ട് കാര്യമില്ല. ഈ കൃഷി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ ഏത് മാർക്കറ്റിലാണ് കൊണ്ടുപോയി വിൽക്കാൻ പോകുന്നത്? നമുക്ക് അങ്ങനത്തെ ഒരു മാർക്കറ്റ് ഇല്ല യഥാർത്ഥത്തിൽ. അപ്പം നമ്മളിപ്പോൾ ഇനിയുള്ള 8 മിനിറ്റ് ആ മാർക്കറ്റിനെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. ഇതിൻ്റെ ഒരു രൂപരേഖ തയ്യാറാക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് നമുക്ക് തരികയും ചെയ്യാം. ഇതൊരു 1 വർഷത്തെ പദ്ധതിയാണ്. ഈ പദ്ധതിയുടെ രത്നച്ചുരുക്കം വേണമെങ്കിൽ പച്ച എന്ന പേരിൽ വിവിധ ഇതുപോലുള്ള കാർഷിക മേഖലകളിൽ പ്രവർത്തിപ്പിക്കുന്ന സംഘടനകളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് കർഷകന്റെ
പ്രൊഡക്റ്റ് ഉണ്ടല്ലോ, ഈ പ്രൊഡക്റ്റ് നമ്മൾ എടുക്കും. ഇതാണ് ആദ്യത്തെ ആവശ്യം. ഇത് നമ്മൾ എടുക്കുന്നു, ഇതിനൊരു വിൽപ്പന രംഗം ഉണ്ടല്ലോ, ഈ രംഗം നമ്മൾ കാണുന്നു. ഇത് കണ്ടിട്ടേ നമുക്ക് ഈ സാധനം എടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ളൊരു നഷ്ടം വരുമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അതിനൊരു മാർക്കറ്റ് കണ്ടെത്തുന്നു. ആ മാർക്കറ്റാണ് എറണാകുളം. ഈ മാർക്കറ്റിലേക്ക് വരുന്ന സാധനങ്ങൾ വയനാട്ടിൽ നിന്നും, കണ്ടനാട് നിന്നും, പിറവത്ത് നിന്നും, കോട്ടയത്തു നിന്നും, എവിടെ നിന്നും വരാം. ഇതിന്റെ പദ്ധതിയുടെ ഭാഗമായിട്ട് ആദ്യത്തെ ഘട്ടം എന്നുള്ള രീതിയിൽ ഈ വരുന്ന ഏപ്രിലില് നമുക്കൊരു 500 വീടുകൾ എറണാകുളത്തും തൃപ്പൂണിത്തുറയായിട്ട് കണ്ടെത്താൻ പറ്റിയാൽ അവിടെ നമുക്ക് ഈ ഉൽപ്പന്നങ്ങൾ ഉണ്ടല്ലോ അത് വിറ്റഴിക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ചായ കുടിച്ചിട്ടുണ്ട്. ഞാൻ ധാരാളം ചായ കുടിക്കും. അപ്പൊ ചായ കുടിക്കുമ്പോൾ എന്റെ മുന്നിലിരിക്കുന്ന ആൾ ഇഞ്ചി ജ്യൂസ് കഴിച്ചിട്ട് പറയാണ് ചായ കുടിക്കരുത്, ഇത് നിങ്ങളെ പെട്ടെന്ന് ആരോഗ്യം മോശമാക്കും. അപ്പോൾ എന്നോട് ഈ ശശിയേട്ടൻ പറഞ്ഞൊരു കാര്യം ഞാൻ ഓർത്തു. ഇഞ്ചി ചുരുടാനടിച്ചിട്ട് തീർത്ത ഇഞ്ചിയാണ് ഇവര് രാവിലെ ജ്യൂസായിട്ട് കഴിക്കുന്നത്. ചായനേക്കാൾ അപകടമാണ് അപ്പൊ ഇഞ്ചി ജ്യൂസ് കഴിക്കുന്നത്. അപ്പൊ ഇഞ്ചി ഒരിക്കലും വലിയ ഇഞ്ചി, തടിച്ച ഇഞ്ചി മേടിക്കരുത്. അത് നോക്കി വേണം മേടിക്കാൻ. മറ്റേത് അപ്പൊ ഇത് നമ്മുടെ ആരോഗ്യത്തെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട്. അപ്പൊ ആ ആരോഗ്യത്തിൽ താല്പര്യമുള്ള 500 ഫാമിലിനെയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. 3.5 കോടി ജനങ്ങളുള്ള കേരളത്തിൽ നമുക്ക് കേരളത്തിന്റെ മാർക്കറ്റ് നമുക്ക് ഒരിക്കലും പിടിക്കാൻ കഴിയില്ല. പിടിക്കാൻ പറ്റും. നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പച്ചക്കറി വേണ്ട, ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറി ഞങ്ങൾ കഴിച്ചോളാം എന്ന് തീരുമാനിച്ചാൽ ഇത് പിടിക്കാൻ പറ്റുന്ന സ്ഥലവും നമ്മൾക്ക് കേരളത്തിലുണ്ട്. യഥാർത്ഥത്തിൽ അപ്പൊ ഇത് വയനാടും തൃപ്പൂണിത്തുറയും, അതായത് ഈ കണ്ടനാട് ഉൾപ്പെടെയുള്ള സ്ഥലവും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു പദ്ധതിയാണ്. ഞാൻ ഈ പദ്ധതി പെട്ടെന്ന് വായിച്ചു പോവാം, ഒരു 8-7 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് വായിച്ചു പോവാം. വിശദാംശങ്ങൾ നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. അതിൻ്റെ ഒരു ടോപ്പിക്ക് മാത്രം വെറുതെ പറയാം. ഭൂമി പാട്ടത്തിനെടുക്കുക, പിന്നെ കർഷകരുടെ സഹകരണം സംഘടിപ്പിക്കുക, നമ്മുടെ കൃഷിരീതികൾ, നാടൻ കൃഷിരീതികൾ മെച്ചപ്പെടുത്തുക, ഇതിന്റെ ശേഖരണവും ഇതിന്റെ സംസ്കരണവും രൂപപ്പെടുത്തുക, ഇതിന്റെ സംസ്കരണ സൗകര്യം ഉറപ്പുവരുത്തിയിട്ട് ഇതിനകത്തേക്ക് ഇറങ്ങണം. അതോടൊപ്പം തന്നെ ഇതിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള സംവിധാനവും നമുക്ക് ഉണ്ടാവണം. ഇനി വരുന്നത് ഞാൻ വായിക്കാം, കാരണം സമയമില്ലാത്തതുകൊണ്ട് മറ്റതൊക്കെ വിട്ടുകളഞ്ഞതാണ്. ഇതിന്റെ മാർക്കറ്റിങ്ങും വിതരണവും എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. ഇതിന്റെ റീറ്റെയിൽ മാർക്കറ്റ്, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ പദ്ധതി വിജയിക്കണമെങ്കിൽ കേരളത്തിൽ 40 സ്ഥലത്ത് ഈ ഔട്ട്ലെറ്റ് ഇട്ടാൽ വർഗീസ് കുര്യന്റെ അമുല എങ്ങനെ രാജ്യത്തിന് ഉപകാരപ്പെട്ടതോ അതേപോലെ നമ്മളുടെ ഈ പ്രവർത്തനം, ഈ അധ്വാനം മുഴുവൻ നമ്മൾക്ക് അവിടെ ഇത് ചെയ്യാൻ കഴിയും. അപ്പൊ ഈ ബത്തേരിയിലും കണ്ടനാടും ഒരു പരമ്പരാഗത മാർക്കറ്റിന്റെ മനോഹാരിത അനുകരിക്കുന്ന ഒരു സവിശേഷ റീറ്റെയിൽ സ്ഥലം രൂപകൽപ്പന ചെയ്ത് ആരംഭിക്കുക. ഏതാണ്ട് ഈ ഇത്രയുള്ള ഒരു സ്ഥലം മതിയാവുകയാണ്. ചില്ലറ വിൽപ്പനയും ജൈവ ഉൽപ്പന്നങ്ങളുടെ പതിവ് ഡെലിവറികൾ വാഗ്ദാനം ചെയ്യുന്ന സബ്സ്ക്രിപ്ഷൻ സേവനങ്ങളും പ്രാദേശിക ചില്ലറ വ്യാപാരികൾക്കും റെസ്റ്റോറൻറ്റുകൾക്കും മൊത്തം വിതരണവും നടത്തി കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന സാധനം നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. ഇതാണ് ഒരു ആദ്യ രേഖ എന്നുള്ള രീതിയിൽ അവതരിപ്പിക്കാനുള്ളത്. ഇത് വരുന്ന 1 വർഷം കൊണ്ട് നമ്മൾക്കിത് പ്രാവർത്തികമാക്കിയാൽ ഒരു 5 വർഷത്തേക്ക് സത്യത്തിൽ ഈ പ്രോഗ്രാം ഓടിക്കോളും. അപ്പൊ അത് കുട്ടികള്, യുവാക്കള്, സ്ത്രീകള്, അത്രയും ആൾക്കാർക്കാണ് അതിനകത്ത് കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുക. ജോലി സാധ്യതയും അവർക്കാണ്. നമ്മളിപ്പോ പുറത്തൊരു ജോലി ചെയ്യുന്ന പോലെ അവർക്ക് ഒരു ദിവസം അതിന്റെ വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ അതിനകത്തേക്ക് അവരെയും കൂടി ഇൻവോൾവ് ആക്കാൻ നമുക്ക് പറ്റില്ലേ? ഇതാണ് ഈ ശ്രീനിയേട്ടന്റെ ആശയത്തിൽ നിന്ന് നമ്മളെല്ലാവരും കൂടി രൂപപ്പെടുത്തിയെടുത്ത ഇതിന്റെ പദ്ധതിയും സാമ്പത്തിക പദ്ധതിയും. ഇത് ഞാൻ പെട്ടെന്ന് ഓടിച്ചു പറഞ്ഞതാണ്, പക്ഷെ ഇത്തവണെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഒരുപാട് വൈകി പോകും എന്നുള്ളത് കൊണ്ടാണ് ഈ 10 മിനിറ്റ് നിങ്ങളുടെ ഞാൻ അപഹരിച്ചത്. ക്ഷമിക്കണം. ബാക്കിയുള്ള സുഹൃത്തുക്കൾക്ക് വേണ്ടി ഞാൻ മൈക്ക് കൈമാറുന്നു. താങ്ക് യു. നന്ദി. ഉദയംപേരൂർ ചിത്രകാരൻ ശ്രീ CB കലേഷ് കുമാർ വരച്ച മ്യൂറൽ ചിത്രം വിശിഷ്ടാതിഥികൾക്കായി സ്നേഹോപഹാരം നൽകുന്നു. കുറെ പരിപാടികൾ എൻ്റെ നാട്ടിൽ തന്നെ ഞാനിവിടെ നടിയിലും കൊയ്ത്തുമൊക്കെ ആയിട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിലും ധ്യാനിനെയോ മറ്റോ വിനീതിനെയോ നമുക്ക് കിട്ടാറില്ല. പക്ഷെ ഒരു വേദിയിൽ ഒരു ആദ്യമായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്.
അതുകൊണ്ട് ഞാൻ ഇടയ്ക്കൊക്കെ മനു എന്നെ വിളിക്കുമ്പോൾ ഞാൻ ആ വീട്ടിലേക്ക് പോകാറുണ്ട്. അപ്പോൾ പോയി കഴിഞ്ഞപ്പോൾ ഇതേപോലെ തന്നെ ഒരു ഹാസ്യ രംഗം ഉണ്ടായിട്ടുണ്ട്. കാരണം എന്നോട് അദ്ദേഹം സംസാരമധ്യേ പറഞ്ഞു, ഞാൻ ഈ മക്കളുടെ കാര്യമൊക്കെ ചോദിച്ചു പറഞ്ഞു, ഇളയ ആള് ഇവിടെ ഈ കുടുംബത്തിലുണ്ട്, 3 മാസമായി ആ ഒരു മുറിയിലുണ്ട്, ഞാൻ കണ്ടിട്ടില്ല, 3 മാസമേ അദ്ദേഹം മുറിയിൽ തന്നെ ഇരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോഴത്തേനും ചേച്ചി കൂടി അടുക്കളയിൽ നിന്നിട്ടുണ്ട്, ഇല്ല ഇന്ന് ഇറങ്ങിയിട്ടുണ്ട്, നയൻതാര വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ഇറങ്ങിയിട്ടുണ്ട് ആളെ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ അദ്ദേഹവുമായിട്ടൊക്കെ പങ്കുവയ്ക്കാൻ പറ്റി. ഈ ഉദയംപേരനെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ അദ്ദേഹം ഇവിടെ ഈ നാട്ടിൽ വന്നില്ലായിരുന്നെങ്കിൽ ഈ കൃഷിയും കൂടി നമുക്ക് ഉണ്ടാകില്ലായിരുന്നു എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർക്കണം. പിന്നീട് ചോറ്റാനിക്ക് അടക്കമുള്ള പല പ്രദേശത്തും ഞാൻ പ്രകാശനം എന്ന് പറഞ്ഞ സിനിമ എടുക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, ഈ വയലുള്ള ഒരു വഴി കൂടെ ഉള്ള വയലുള്ള ഒരു പ്രദേശം എനിക്ക് ഒന്ന് വേണമെന്ന് പറഞ്ഞു. പക്ഷെ നമ്മളിവിടെ നോക്കിയിട്ട് അങ്ങനെ ആ നടിയിലുള്ള കൊയ്ത്തിന് സമയത്തുള്ള ഒരു കൃഷിഭൂമി എടുക്കാനായിട്ട് നമുക്ക് സാധിച്ചില്ല. അദ്ദേഹം നേരെ തൃശ്ശൂർക്കാണ് പോയെന്നുള്ളൂ പിന്നെ അത് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ ഒട്ടേറെ സംഭാവനകൾ നമ്മളുടെ ഈ നാട്ടിലേക്ക് കൊണ്ടുവന്ന് അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ടും ഈ കൃഷി ഈ മനു ഇങ്ങനെ ഇതിന് പുറകെ നടക്കുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ ചെയ്യാനായിട്ട് സാധിച്ചത്. ഞാൻ ഇത് മാത്രമല്ല, ഇത് കഴിഞ്ഞാൽ മിക്കവാറും ഇടയ്ക്കിടയ്ക്ക് വരും സുനിൽ സാറ്, ഞാനിവിടെ കൂടി സുനിൽ സാറിന്റെ വണ്ടിക്ക് അങ്ങോട്ട് വരും, കാര്യങ്ങളൊക്കെ നോക്കും. അങ്ങനെ എല്ലാം ഒരു ഇതായിട്ട് ഞാൻ ഇവരുടെ കൂടെ പ്രവർത്തിക്കാൻ ഒരു ഭാഗ്യം ശ്രദ്ധിച്ചു എന്ന് മാത്രം പറഞ്ഞുകൊണ്ടും ഈ ഒരു ചടങ്ങ് എല്ലാവർക്കും ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഒരു കിൻഡല് മൊബൈലും സൈഡ് മൊബൈലൊന്ന് ഇച്ചിരി ഒന്ന് മാറ്റി പിടിക്കോ ചേട്ടാ. മഞ്ചേന്റെ അടുത്ത് നിൽക്ക്, മഞ്ചേന്റെ അടുത്ത് നിർത്ത്. ഓ മുഴുവൻ മാസം കർഷകർക്കുള്ള പിന്തുണയും സാമ്പത്തിക അവലോകനം. ഉദാഹരണത്തിന് ഇപ്പൊ ഭൂമി പാട്ടത്തിനും തയ്യാറെടുപ്പ് പോട്ടെ.
യോഗത്തിന്റെ ഔദ്യോഗിക സമാപനത്തിനായി കൃതജ്ഞത അർപ്പിക്കാൻ വാർഡ് മെമ്പർ ആൽവിൻ സേവ്യറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും പേരുകയായി നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ടീച്ചർ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്കൂളിൽ നിന്ന് വരാനായോ? വെയിലത്ത്